യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളെ മനസ്സുകൊണ്ട് ഓരോ ദിവസവും പറയുന്ന, പ്രാർത്ഥിക്കുന്ന വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു നന്മ, ഒരു ഐശ്വര്യത്തെ ദൈവം നൽകട്ടെ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. ഞാൻ ഈ വചനം പറയുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി ഒരു ടൈറ്റിൽ പറയുവാണ്. ഒന്നുമല്ലാതിരുന്ന ഒരാളെ എല്ലാം ഉള്ളതാക്കി മാറ്റിയ ഒരനുഭവം ബൈബിളുണ്ട്. ഇനി ഒരിക്കലും ശരിയാകില്ല, ഇനി ഒരിക്കലും ഒന്ന് നല്ലതായിട്ട് വരാൻ കഴിയത്തില്ലെന്നൊക്കെ നമ്മുടെ ബുദ്ധി നമുക്ക് തോന്നുന്ന ഒരാൾ എല്ലാം ഉള്ളവനായി ദൈവാനുഗ്രഹത്തിൽ മാറി. ഞാൻ ആ വാക്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്, അല്ലെങ്കിൽ പ്രധാന വ്യക്തിത്വമാണ് ജോസഫ്. ജോസഫിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അതിനുശേഷം അടിമത്ത് വിറ്റു. ഒന്നും അല്ലാതായിപ്പോയി. ധരിക്കാനൊരു വസ്ത്രം പോലും ഇല്ലാതെ അടിമ ചന്തയിൽ നിൽക്കേണ്ടി വന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നു. ജീവിതത്തിൻ്റെ നല്ല കാലമെല്ലാം അങ്ങനെ പോയി എന്നൊക്കെ നമുക്കങ്ങ് തോന്നും. പക്ഷെ ഒന്നും അല്ലാതായിപ്പോയ ജോസഫ് പിന്നെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരാളായി മാറി. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന, വീടിൻ്റെ അല്ല, പട്ടണത്തിൻ്റെ അല്ല, ഒരു രാജ്യത്തിൻ്റെ, ഒരു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളായി മാറി. ഒന്നും പഠിച്ചിട്ടില്ലാത്ത, വലിയ അറിവൊന്നുമില്ലാത്ത ജോസഫ് എങ്ങനെയാണ് ഇത്രയും പദവിയിലെത്തിയത്? ഒന്നുമില്ലാത്തൊരാളെ എല്ലാമുള്ള ഒരാളാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ആ വാക്യം ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വായിക്കുന്ന വാക്യമാണ്. 47-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 13-14 വാക്യം വായിക്കുകയാണ്. ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു. ക്ഷാമം അത്ര രൂക്ഷമായി. ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. 14-ാമത്തെ വാക്യം, ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിൻ്റെ വിലയായി ജോസഫ് ശേഖരിച്ചു. ജോസഫ് ഇപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ്. എഴുതിയിരിക്കുന്നു നോക്ക്, പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിൻ്റെ വിലയായി ജോസഫ് സ്വീകരിച്ചു. ഇഷ്ടം പോലെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലായി. അത് ഫറവോയുടെ ഭവനത്തിലെത്തിച്ചു. അടുത്ത വാക്യം, 20-ാമത്തെ വാക്യം വായിക്ക്, കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി. ആളുകൾ സ്ഥലം വിൽക്കാൻ പ്രതിസന്ധി കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് സ്ഥലം വിൽക്കാൻ വച്ച പറമ്പ് മുഴുവൻ ജോസഫ് വാങ്ങിയെന്ന്. ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാം തങ്ങളുടെ നിലം വിറ്റു. അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി. ഇത് മേടിച്ചതോ ഫറവോയ്ക്ക് വേണ്ടി ജോസഫാണ് ഇതെല്ലാം മേടിച്ചത്. ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനായി ഒന്നുമില്ലാതിരുന്ന ജോസഫ് മാറി. ഒന്നുമില്ലാത്ത ഒരാളെ, ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ, സാമ്പത്തിക മേഖലയെ, ധാന്യങ്ങളുടെ കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ആളായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യം കണ്ട് ജീവിതം പോയി, ഭാവി പോയി, ഞാനെവിടെ എത്തിയല്ല, എൻ്റെ ഭാവി എനിക്ക് പഠിക്കാൻ പറ്റിയല്ല, എനിക്ക് ജോലി കിട്ടില്ല, എൻ്റെ കാര്യം ഇങ്ങനെയായി പോകത്തേയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പെറുപെറുത്തിരിക്കേണ്ട. അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതം മാറി മറിയും. ഇന്ന് കൂരിരുട്ടാണേലും അത് ചെന്ന് നിൽക്കുന്നത് പ്രഭാതത്തിലാണ്. വെളിച്ചമുള്ള ഒരു പകലിലേക്കാണ്. ജീവിതം അങ്ങനെയാണ്. ഇന്ന് കൂരിരുട്ട, ഇരുട്ടിൽ നിന്ന് കൂരിരുട്ടിലേക്കല്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് രാത്രി പോലും മാറിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നത്തെ അവസ്ഥ കണ്ട് ജോസഫ് പറയുവാന്നിരിക്കട്ടെ, എൻ്റെ ഭാവി പോയി. ജോസഫ് എവിടെയെങ്കിലും പറഞ്ഞോ എൻ്റെ ഭാവി പോയി, ജയിലിൽ കിടക്കുന്ന എൻ്റെ ഭാവി പോയി, ഇല്ലാത്ത കേസല്ല എൻ്റെ തലയിലായി, ഇനി ഞാൻ രക്ഷപ്പെടിയല്ല. ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞില്ല. ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജോസഫ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെന്നെ വിറ്റതോർത്ത് വിഷമിക്കേണ്ട, ദൈവം എന്നെ നയിച്ചതാണെന്ന് പറയണമെങ്കിൽ ദൈവത്തിൽ ആശ്രയമില്ലാത്തവർക്ക് ആ വാക്ക് പറയാൻ കഴിയില്ല. ദൈവമാ എന്നെ നയിക്കുന്നത്, ദൈവമാ എന്നെ ഉയർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ് ജോസഫ്. ഇപ്പോൾ ജോസഫ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, ഒരു രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി പോലെയായി. എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ധനകാര്യമന്ത്രി, സാമ്പത്തികം മുഴുവൻ ഇപ്പോൾ ജോസഫാ മേടിക്കുന്നതും ധാന്യം ശേഖരിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ജോസഫിൻ്റെ കയ്യിൽ ദൈവാനുഗ്രഹമുള്ള ധനം വരാൻ തുടങ്ങി. ധനത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ഒരു മാസ്മരിക ലോകത്തെത്തിക്കുമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതം മാറി മറിഞ്ഞത് കണ്ടോ? ഒരു മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്ന് രാവും പകലും പോലെ മാറിയത് കണ്ടോ? ഇതുപോലെ എന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനില്ല ഞാൻ ആശ്രയിക്കുന്നത്. ചുമ്മാ എന്തേലും കേൾക്കുമല്ല, ഒന്നുമല്ലാതായിപ്പോയ പൊട്ടക്കിണറ്റി കിടന്ന, ധരിച്ച വസ്ത്രം പോലും കീറിക്കൊണ്ടുപോയി. ധരിച്ച വസ്ത്രം നാട്ടുകാരല്ല, സഹോദരന്മാർ കീറിക്കൊണ്ടുപോയി. അതുവരെ ആടിൻ്റെ ചോരയെ മുക്കി അപ്പനെ കാണിച്ചു, കാട്ടുമൃഗം പിടിച്ചു എന്ന്. അതിനുശേഷം ജയിലിൽ കിടക്കേണ്ടി വന്നു, അടിമജോലി ചെയ്യേണ്ടി വന്നു. അവിടെയൊക്കെ ഓർത്തു ഇതുകൊണ്ട് തീർന്നു. ജോസഫിൻ്റെ ജീവിതം ചിന്തിക്കുമ്പം ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് തോന്നും ജയിൽ കൊണ്ട് ആ ജീവിതം തീർന്നു എന്ന്. പൊട്ടക്കിണറ്റി കിടന്നപ്പോൾ ഓർത്തു പൊട്ടക്കിണർ കൊണ്ട് അവൻ്റെ ജീവിതം തീർന്നു എന്ന്. പിന്നെ പ്രതിസന്ധികൾ വന്നപ്പോൾ ഓർത്തു ഇവിടം കൊണ്ട് തീർന്നു എന്ന്. തീർന്നിട്ടില്ല. അതെല്ലാം മറ്റൊരു അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ടാണ് മാറിയത്. ചവിട്ടിക്കയറാനുള്ള പടികൾ മാത്രമായിരുന്നു ആ പ്രതിസന്ധിയൊക്കെ. നിൻ്റെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ജയിച്ചു കയറാനുള്ള പടികളാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സിൽ ഇത് എഴുതി കൊത്തിവെച്ചോ, ഇത് ജയിച്ചു കയറാനുള്ള പടികളാണ്. അവഗണന, തള്ളിക്കളഞ്ഞു, തലകുനിയേണ്ടി വന്നു, നാണം കെടേണ്ടി വന്നു, അതൊക്കെ കുറെ കൂടി താഴോട്ട് പോകാനല്ല, അതൊക്കെ ഉയരങ്ങളിലെത്താൻ ദൈവം എനിക്ക് ചവിട്ടിക്കയറാൻ തന്ന പടികൾ മാത്രമാണ്. മുന്നോട്ട് പോട്ടെ, ദൈവം അനുഗ്രഹിക്കും. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒന്നും അല്ലാതെ ഒരാൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന കൈകാര്യം ചെയ്യുന്നു, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നു, പറമ്പ് മുഴുവൻ വാങ്ങുന്നു, ധാന്യങ്ങൾ ശേഖരിക്കുന്നു. എഴുതിയിട്ടുണ്ട് ബൈബിളിൽ, ധാന്യങ്ങൾ ശേഖരിച്ചു. ജോസഫ് പറഞ്ഞു, അളക്കാൻ പറഞ്ഞു. അളക്കാൻ കഴിയാത്ത വിധം ധാന്യം വന്നപ്പോൾ അളവ് നിർത്തിവെച്ചു എന്ന്. അളക്കാൻ പറ്റാത്തത്ര ധാന്യം ആ രാജ്യത്ത് സ്വരുക്കൂട്ടി വെച്ചു ജോസഫ്. ഒരു വ്യക്തിയിലൂടെ അനുഗ്രഹം വന്നത് കണ്ടോ? പ്രാർത്ഥിച്ചേ, കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ അങ്ങ് ഇതുപോലെ അനുഗ്രഹിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഇതുപോലെ അനുഗ്രഹിച്ചു ഉയർത്തിക്കൊണ്ടുവരണമേ. ഇതേ അനുഗ്രഹം ഞങ്ങൾക്കിന്നും വേണം. അനുഗ്രഹമുള്ളവൻ തളരുകയില്ല, വളരും. അനുഗ്രഹമുള്ളവൻ തളരുകയല്ല, അവൻ വളരും. ദൈവത്തിൽ ആശ്രയിച്ചവൻ കയറി വരും. ഏത് പാതാള കുഴിയിൽ നിന്നും, എത്ര ആഴത്തിൽ നിന്നും അവനെ ദൈവം കൈക്ക് പിടിച്ചെന്ന പോലെ കയറ്റിക്കൊണ്ടിരിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഇന്നു വരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾ, ഇത് അയച്ചു കൊടുത്തവർ, സ്വീകരിച്ചവർ, വിശ്വസിക്കുന്നവർ, എഴുതുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്തുകൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ട്, ഒരുമിച്ച് കുടുംബമായിരുന്നു കേൾക്കുന്നവരുണ്ട്, എഴുതി വയ്ക്കുന്നവരുണ്ട്, ബൈബിളിൽ വരച്ചു വയ്ക്കുന്നവരുണ്ട്, വിശ്വസിച്ച് ആമേൻ പറയുന്നവരുണ്ട്. ഞാനിങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തല കുനിച്ച് ആശീർവാദം സ്വീകരിക്കുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കുന്ന കിടപ്പിലായവരുണ്ട്, ആശുപത്രി കിടക്കയിൽ നിന്ന് കാണുന്നവരുണ്ട്, ആശുപത്രി വരാന്തരയിരുന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്, ഓഫീസിലിരുന്ന്, ജോലി സ്ഥലത്തിരുന്ന്, അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എങ്ങനെയുമാകട്ടെ, നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഒരു അനുഗ്രഹമാണ്, നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാളും തകർന്നു പോയെന്നോ നശിച്ചു പോയെന്നോ കേൾക്കാനിടയാകരുത്. വചനം കേൾക്കുന്ന ഒരാളും, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത്. അപകടം സംഭവിച്ചു എന്ന് കേൾക്കാനിടയാകരുത്. നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത്. പകരമോ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നത് കേൾക്കാനിടയാകണം. ശിരസിൽ കരങ്ങൾ വച്ചെന്നതുപോലെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ. നാളെ വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ച, ഈ മാസത്തിൻ്റെ അവസാന ദിവസം വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹമായിട്ട് ഇവിടെ വന്ന നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന സകലരെ ഞങ്ങൾ ഓർക്കുന്നു.
ഒരു ദിവസം പോലും മറന്നു കളയാതെ ഇന്നുവരെ ഈ ആലയത്തിൽ വന്നവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യം തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളെയും അനുഗ്രഹിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പ്രയോജനപ്പെടും. ദൈവം നിങ്ങളോട് സംസാരിക്കുക. ഒന്നുമില്ലാത്തൊരുത്തിനെ എല്ലാം ഉള്ളവനാക്കി മാറ്റി ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പോലും കൈകാര്യം ചെയ്യുന്ന ഒരു ധനകാര്യ വകുപ്പിൻ്റെ മെയിൻ ആളായി മാറി. ദൈവം അനുഗ്രഹിച്ചോളും. കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറി വരും. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സുവിശേഷ വേല നമുക്കും ചെയ്യാം. നാളെ മഞ്ചരിക്ക് ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.